ഹലോ, എല്ലാവർക്കും ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കെമിസ്ട്രി എന്താണ്, എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കെമിസ്ട്രി അല്ലേ. അപ്പം നമുക്ക് കെമിസ്ട്രിയും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ദെൻ നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് നോക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. ഫസ്റ്റ്, കെമിസ്ട്രി. The branch of science that deals with the properties, composition and structure of elements and compounds, how they can change and the energy that is released or absorbed when they change. അല്ലേ? സിമ്പിൾ ആയിട്ട് ഇത് ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്നുള്ളത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. എലമെന്റ്സിന്റെയും കോമ്പൗണ്ട്സിന്റെയും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച്, സയൻസിന്റെ ബ്രാഞ്ച് ആണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. നോക്കിക്കോ, അതിന്റെ പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, സ്ട്രക്ചർ, അവർ ചേഞ്ച് ആവുന്നത്, എനർജി റിലീസ് ചെയ്യണത്, അബ്സോർബ് ചെയ്യണത്, അങ്ങനെ ഒരു എലമെന്റിന്റെയും കോമ്പൗണ്ടിന്റെയും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കെമിസ്ട്രി എന്ന വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള കിമിയ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കെമിസ്ട്രി വന്നത്. കിമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്റ്റ് ടുഗെദർ, ഒരുമിച്ച് ജോയിൻ ആക്കുന്നത്. അപ്പൊ നമുക്കത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലെ കെമിസ്ട്രി. അവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ലതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അവരുടെ കെമിസ്ട്രി കറക്റ്റ് വർക്ക്ഔട്ട് ആയി. അതെന്താണ്? അവര് തമ്മിൽ ഒരുമിച്ച് പോകുമ്പോൾ അവിടെ നല്ല രീതിയിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തു. ഈ ബോണ്ട് എന്താണ്? കെമിസ്ട്രിയിൽ ഒരു വേർഡാണ് അല്ലെ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കെമിസ്ട്രി. ഇനി ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് പറയുന്നത് ലാവോസിയർ ആണ്. ലാവോസിയർ ആണ് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. അപ്പൊ ഇത്രയുമാണ് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മാറ്ററിന്റെ കേസ് കുറച്ചൊരു കാര്യങ്ങൾ നോക്കാം. നമ്മൾ എന്താ പറയാ, മാറ്റർ എന്ന് പറഞ്ഞാൽ ടൈനി കോമ്പൗണ്ട്സ് ആയിട്ടുള്ള അണുസ്, പരമാണു എന്നൊക്കെ പറയും. ഈ അണു, പരമാണു എന്നൊക്കെ പറയുന്നത് ആറ്റത്തിനെയും മോളിക്യൂളിനെയും ഒക്കെയാണ് എന്ത് പറയുന്നത്? അണു എന്നും പരമാണു എന്നും ഒക്കെ പറയുന്നത്. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് കമ്പോസ് ചെയ്ത് ഉണ്ടാവുന്നതാണ് മാറ്റർ. ആറ്റംസ് കമ്പോസ് ചെയ്ത് ഫോം ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മാറ്റർ വിൽ നെവർ ബി ആൻ ഒബ്ജക്റ്റ്. അപ്പം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മാറ്റർ ഫോം ചെയ്യുന്നത്. അപ്പൊ അത്രയുമാണ് മാറ്ററിനെ കുറിച്ച് ബേസിക് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്. ഇനി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്റർ നമുക്ക് കാണാൻ പറ്റുന്നത് ബേസിക് ആയിട്ട് 3 സ്റ്റേറ്റ്സിലാണ് കാണാൻ പറ്റുന്നത്. അത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോർമലി കാണാൻ പറ്റുന്ന കേസ് ആണ് ഈ പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. ഇതല്ലാണ്ട് 2 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സ് കൂടുണ്ട്. അതാണ് പ്ലാസ്മ സ്റ്റേറ്റും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും. അപ്പൊ ഇത് എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത് എന്താണ് എന്നുള്ളൊരു ബേസിക് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് ആണ്, എങ്ങനെയാണ് മാറ്ററിന്റെ ഡിവിഷൻ നടന്നിരിക്കുന്നത്. മാറ്ററിനെ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും കെമിക്കൽ ക്ലാസിഫിക്കേഷനും ആണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന 3 ക്ലാസിഫിക്കേഷൻ ആണ്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഫെർദർ ക്ലാസിഫിക്കേഷൻ വരുന്നില്ല, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മാത്രമേ ഉള്ളൂ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിനെ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും അതിന്റെ കോമ്പോസിഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചേഴ്സ്. അഗൈൻ പ്യുവർ സബ്സ്റ്റൻസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? എലമെന്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എലമെന്റ്സിനെ ഫർദർ നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു എലമെന്റ്സിന്റെ കേസ് ആണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ യൂസ് ചെയ്യണത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എല്ലാം നമുക്ക് എവിടെ കാണാൻ പറ്റും? പീരിയോഡിക് ടേബിളിൽ കാണാൻ പറ്റും അല്ലെ.
ഓക്കെ. അപ്പൊ ഇനി അടുത്തത് എലമെന്റ്സ് കഴിഞ്ഞാൽ പിന്നെ കോമ്പൗണ്ട്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട്സിനെ അഗൈൻ നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്നും ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടാവും. അടുത്തതാണ് പ്യുർ സബ്സ്റ്റൻസിന്റെ കൂടെ വന്ന ക്ലാസിഫിക്കേഷൻ മിക്സ്ചേഴ്സ്. ഇപ്പൊ മിക്സ്ചേഴ്സിനെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇത് എന്താണ് എന്നുള്ളത് ഓരോന്നായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നോക്കുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്നത് സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ഒരു എലമെന്റ് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പം സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവുന്ന, ഇവിടെ ആദ്യം നമ്മൾ എക്സാമ്പിൾസ് നോക്കിയിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാവും. ഇപ്പൊ സോളിഡ് സ്റ്റേറ്റിനകത്ത് എക്സാമ്പിൾസ് വരുന്ന മെറ്റൽസ്, വുഡ്, ബ്രിക്ക്, കോപ്പർ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, എക്സാമ്പിൾ വരുന്നത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മെറ്റൽസ് ഒക്കെ എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും. ഇപ്പൊ വുഡ്, ബ്രിക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർ ഷേപ്പ് പറയാൻ പറ്റും അല്ലെ, ഒരു ക്യൂബോയിഡൽ ഷേപ്പിലായിരിക്കും ബ്രിക്ക് ഉണ്ടാവുക. വുഡ് ആണെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെ, സിലിണ്ടറിക്കൽ ഷേപ്പ് നമുക്കതിനെ റീകാസ്റ്റ് ചെയ്തിട്ട് ഏത് ഷേപ്പിലേക്കും കൊണ്ടുവരാൻ പറ്റും, ഒരു പെർഫെക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരാം. മെറ്റൽസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമുക്കതിനെ ഫ്ലാറ്റൻ ആക്കാം അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ടൈപ്പിലാക്കാം. അങ്ങനെ ഏതൊരു ഡെഫിനിറ്റ് ഷേപ്പ് വരുന്നതാണ് സോളിഡ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ അതിന് എന്തുണ്ട്, നമുക്ക് വോള്യം ഉണ്ട് അല്ലെ, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോള്യവും സോളിഡ് സ്റ്റേറ്റിനുണ്ട്. അതുപോലെ പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് പ്രഷർ ഒക്കെ അപ്ലൈ ചെയ്താലും ഇതിനെ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ഒരിക്കലും കംപ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത്രയുമാണ് സോളിഡ് സ്റ്റേറ്റിനകത്ത് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സോളിഡ് സ്റ്റേറ്റിനകത്ത് ഇരിക്കുന്നതെല്ലാം തന്നെ ഹാർഡും ആയിരിക്കും, അതുപോലെ തന്നെ റിജിഡും ആയിരിക്കും. അത് സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല, നല്ല ഹാർഡ് ഒബ്ജക്ട്സ് ആയിരിക്കും അല്ലെ. മെറ്റൽസ് ആണെങ്കിലും വുഡ്, ബ്രിക്ക് ഒക്കെ എന്താണ്, നമുക്ക് സോഫ്റ്റ് ആയിട്ടാണോ തോന്നുക, അല്ല, അത് ഭയങ്കര ഹാർഡ് ആയിരിക്കും, റിജിഡ് ആയിരിക്കും. അത്രയുമാണ് സോളിഡ് സ്റ്റേറ്റിൽ വരുന്നത്. അടുത്തത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റിനകത്ത് നോക്കുവാണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോള്യം ഉണ്ടാവും, പക്ഷെ എന്തില്ല, ഷേപ്പ് ഇല്ല. ലിക്വിഡ് സ്റ്റേറ്റിന് വോള്യം ഉണ്ട്, ഷേപ്പ് ഇല്ല. ശരിയാണ് അല്ലെ. വാട്ടർ, ഓയിൽ, മിൽക്ക്, അതൊക്കെ നമുക്ക് എന്താണ്, അത് എങ്ങനെയാണ് അതിന് വോള്യം കിട്ടുന്നത്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, നമ്മൾ എന്തിലാണോ എടുക്കുന്നത് ആ വാട്ടറിന് എന്തിനാണ്, അപ്പൊ വാട്ടർ ബോട്ടിലിനകത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടറിന്റെ ഷേപ്പ് എന്തായിരിക്കും, ആ വാട്ടർ ബോട്ടിലിന്റെ ആയിരിക്കും. ഇപ്പൊ ഓയിൽ നമ്മളൊരു കപ്പിൽ എടുക്കുകയാണെങ്കിൽ അത് ഓയിൽ ആ ഒരു കപ്പിന്റെ ഷേപ്പിലേക്ക് വരും. മിൽക്ക് ഒരു കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിൽ മിൽക്ക് എന്താവും, ഈ കണ്ടെയ്നറിന്റെ ഷേപ്പിലേക്ക് കൺവേർട്ട് ആവും. അപ്പൊ അതാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വോള്യം ഉണ്ട് അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റിന് പ്രോപ്പർ ആയിട്ടുള്ള വോള്യം ഉണ്ട്, ഷേപ്പ് അത് ഏതിലാണോ എടുക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും കമ്പോസ് ചെയ്യണത്. അത്രയുമാണ് ലിക്വിഡ് സ്റ്റേറ്റിനകത്ത് പറയാനുള്ളത്. അടുത്തത് ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിനകത്ത് നോക്കിക്കോ, ഷേപ്പ് ഇല്ല, വോള്യം ഇല്ല അല്ലെ, നോ ഷേപ്പ് ആൻഡ് നോ വോള്യം, അതായത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോള്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ, ഒരു ലിമിറ്റിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്രസ് ചെയ്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് കംപ്രസ് ചെയ്യുക. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെയ്നർ, അതായത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഈ ഗ്യാസിനെ എൻക്ലോസ് ചെയ്തിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിന്റെ ഷേപ്പിലേക്ക് ഗ്യാസ് എത്തും. ഓക്കെ, അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സിലിണ്ടർ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന LPG സിലിണ്ടർ ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ CNG എന്നൊക്കെ പറയും, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതൊക്കെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് അതിനെ നിർത്തുന്നതാണ്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് അതിനെ പ്രത്യേകിച്ച് ഷേപ്പോ വോള്യമോ ഒന്നും ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എയർ, ഓക്സിജൻ, നൈട്രജൻ, പിന്നെ അമോണിയ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, എല്ലാം എന്താണ്, ഗേഷ്യസ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ആദ്യത്തെ 3 എണ്ണം. ദെൻ നമുക്ക് ഇനി നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ മാറ്റർ, നമ്മൾ ഇപ്പൊ പറഞ്ഞ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എങ്ങനെയാണ് ഇന്റർ കൺവേർഷൻ നടക്കുന്നത് എന്നാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സോളിഡ്, ഇതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വാട്ടറിന്റെ കേസ് പറയാം. വാട്ടർ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് എന്ത് സ്റ്റേറ്റിലാണ്, ഐസ് ആയിട്ടാണ് ഇരിക്കുക അല്ലെ. ഐസ് മെൽറ്റ് ചെയ്താൽ, ഇപ്പം സോളിഡ് സ്റ്റേറ്റിൽ ഐസ് ആണെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താവും, അത് വാട്ടർ ആവും
അല്ലെ? ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവും, വാട്ടർ വേപ്പറൈസ് ചെയ്തിട്ട് ഗ്യാസ് പറയുന്നത് എന്താണ്? വേപ്പർ ആയിട്ട് മുകളിലേക്ക് പോകും അല്ലെ? അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? സോളിഡ് മെൽറ്റ് ആയിട്ട് ലിക്വിഡ് ആയി, ലിക്വിഡ് വേപ്പറൈസ് ചെയ്തിട്ട് എന്തായി? ഗ്യാസ് ആയിട്ട് പോയി. ഇനി അടുത്തത് ഈ വേപ്പേഴ്സ് നമ്മൾ കാണാറുണ്ട് അല്ലെ? വേപ്പേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിപ്പം ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചോറ് വേണ്ട, ഒരു വെള്ളം നമ്മൾ നല്ല രീതിയിൽ ചൂടാക്കുകയാണ്, തിളപ്പിക്കുകയാണ്. വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഒരു പാത്രം അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് നമ്മളത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് നമ്മളത് എടുത്ത് നോക്കുന്ന സമയത്ത് ആ അടപ്പിന്റെ മേലെ എല്ലാം ഇങ്ങനെ വെള്ളം ഇറ്റിറ്റിറ്റ് നിൽക്കുന്നുണ്ടാവും അല്ലെ? അതെന്താ സംഭവം എന്നറിയോ? നമ്മളത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ഒരു നീരാവി പോലൊരു സംഭവം, ഇങ്ങനെ നീരാവി എന്ന് പറഞ്ഞാൽ വേപ്പറാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ എന്ത് കാണും? ഒരു പുക ഇങ്ങനെ പോകുന്നത് കാണും അല്ലെ? പക്ഷെ അടച്ചു വെക്കുമ്പോ നമ്മൾ എന്ത് കാണും? ഈ അടപ്പിലൊക്കെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് നിൽക്കുന്നുണ്ടാവും. അതെന്താണെന്നറിയോ? ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുന്നതാണ്. ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറും. അതിനുശേഷം ആ വെള്ളം ഫ്രീസ് ചെയ്താൽ, നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് മാറ്റർ കൺവേർഷൻ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനിയുള്ള രണ്ട് സ്റ്റേറ്റ്സ്. ഇപ്പം അടുത്തത് പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഇതിനകത്ത് ഉള്ളത് സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ് ആണ്. നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടുള്ളതും എക്സൈറ്റഡും ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഈ പാർട്ടിക്കിൾസ് എല്ലാം അയണൈസ്ഡ് ഗ്യാസസിന്റെ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതായത് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയാ, ഹൈ എനർജി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് നമുക്ക് മാറ്റർ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. മാറ്ററിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റേറ്റ് ആണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ സൂപ്പർ എനർജറ്റിക്കും എക്സൈറ്റഡും ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇതിനൊരു എക്സാമ്പിൾ ആണ് CFL ട്യൂബ് ഒക്കെ കത്തുന്നത്. CFL ട്യൂബ് കത്തുമ്പോൾ ഹൈ എനർജി, അവിടെ അയണൈസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കയറിയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ട്യൂബ് ലൈറ്റ് കത്തുന്നത്. അപ്പൊ പ്ലാസ്മ സ്റ്റേറ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫ്ലൂറസെന്റ് ട്യൂബ്സ്, നിയോൺ ബൾബ്, അതായത് ഇനർട്ട് ഗ്യാസസ് ഉള്ളത്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രിക് കറന്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഹീറ്റിംഗ് സംഭവിക്കും. അങ്ങനെ അവിടുത്തെ ഗ്യാസ് എന്താവും? അയണൈസ് ആവും അല്ലെ? അയണൈസ് ആവുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഗ്ലോ സംഭവിക്കും. അങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. അതായത് CFL, പിന്നെന്താണ് നിയോൺ, പിന്നെ ഏതാ ഫ്ലൂറസെന്റ്, ഇതൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. അതായത് പ്ലാസ്മ സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്തത് വരുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ സ്റ്റേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് സത്യേന്ദ്രനാഥ് ബോസ് ആണ് 1920 ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ട്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു സ്റ്റേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൽ, ആ ഒരു സ്റ്റേറ്റ് കിട്ടുന്നതിൽ സക്സസ് ആയത് അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ടാവുന്നത് നല്ല ലോ ഡെൻസിറ്റിയിലുള്ള ഒരു ഗ്യാസിനെ നമ്മൾ സൂപ്പർ കൂൾ ചെയ്യുക. പ്ലാസ്മ സ്റ്റേറ്റ് ഹീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ സൂപ്പർ കൂൾ ചെയ്യുകയാണ്. അതായത് നോർമൽ എയറിന്റെ ഡെൻസിറ്റിയേക്കാൾ 100,000th ഓഫ് ഡെൻസിറ്റി യൂസ്, അത്രയും ഡെൻസിറ്റി കുറവുള്ള ഗ്യാസിനെ നമ്മൾ സൂപ്പർ കൂൾ ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കും? ഏറ്റവും ലോ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കും. അങ്ങനെ എത്തുമ്പോൾ അവിടെ ഏത് സ്റ്റേറ്റ് ആണോ എത്തുന്നത് അതിനെയാണ് നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം ടെമ്പറേച്ചർ കൊടുത്ത് എത്തിക്കുന്ന സ്റ്റേറ്റിനെ നമ്മൾ പ്ലാസ്മ സ്റ്റേറ്റ് എന്നും, മാക്സിമം ലോ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ എത്തിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ് എന്നുമാണ് പറയുന്നത്. അപ്പൊ അതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സിലെ 5 എണ്ണം ഉള്ളത്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, പ്ലാസ്മ സ്റ്റേറ്റ് ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കെമിക്കൽ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ കെമിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് ആദ്യം ഉള്ളത് പ്യുവർ സബ്സ്റ്റൻസസ്. പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് വെച്ചാൽ സിംഗിൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാറ്റർ ആണ്. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരെണ്ണം.
ഒരു അല്ലെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞാൽ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, എന്തുമാവാം, അത് ഒരെണ്ണം മാത്രമുള്ളതായിരിക്കും. അതിന് നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എഗെയിൻ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എലമെന്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്യുവർ സബ്സ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ എലമെന്റ്സും കോമ്പൗണ്ട്സും ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് പുറകെ നോക്കാം. അടുത്തത് ഒരു രണ്ട് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത് അല്ലെ, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. ഇപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞു നമ്മൾ സിംഗിൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാറ്റർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ മിക്സ്ചർ എന്തായിരിക്കും? രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് ഒരു ഇൻഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻ ഒന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു പ്രപ്പോർഷനിൽ രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മിക്സ്ചറിനകത്തുള്ള കോമ്പണൻസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ്. ഈ ഓരോ സബ്സ്റ്റൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ? ഈ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ മിക്സ്ചറിനകത്ത് എന്ത് സംഭവിക്കില്ല? ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. മിക്സ്ചറിലേക്ക് എത്തിയാലും ആ സിംഗിൾ സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ചേഞ്ച് സംഭവിക്കില്ല. ഇങ്ങനെ ഒരു മിക്സ്ചർ ഫോം ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിൾസിനെയാണ് ഇപ്പം A+B=C. ഈ രണ്ട് എനെയും ബിനെയും നമ്മൾ കോമ്പണൻസ് എന്നാണ് പറയുന്നത്. ഈ സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ചർ എന്ന് പറയുന്നത്. എയും ബിയും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന മിക്സ്ചർ ആണ് സി എന്ന് പറയുന്നത്. സോ എ ആൻഡ് ബി ഈസ് കോൾഡ് ആസ് കോമ്പണൻസ്. അപ്പൊ ഈ കോമ്പണൻസിന്റെ പ്രോപ്പർട്ടി ആണ് പറയുന്നത്. ഒരു മിക്സ്ചറിനകത്തുള്ള കോമ്പണൻസിന്റെ പ്രോപ്പർട്ടീസിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. മിക്സ്ചേഴ്സ് തന്നെ എത്രയുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അത്. അതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. ഇനി മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മിൽക്ക്, സീ വാട്ടർ, പെട്രോൾ, പെയിന്റ് ഒക്കെ പറയാം അല്ലെ? പാലിന് നമുക്ക് എന്താ പറയാ, പാല് എന്ന് പറഞ്ഞാല് അതൊരു മിക്സ്ചർ ആണ്. അതുപോലെ സീ വാട്ടർ, ഉപ്പും വെള്ളവും കൂടെ മിക്സ് ആയിട്ടാണ് സീ വാട്ടർ വരുന്നത്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ, സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മിക്സ്ചേഴ്സ്. ഇപ്പൊ ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത് എന്തൊക്കെയാണ് മിക്സ്ചേഴ്സ് എന്നുള്ളത് മനസ്സിലാവും. അപ്പം നെക്സ്റ്റ് നോക്കുന്നത് പ്യുവർ സബ്സ്റ്റൻസിനകത്ത് വരുന്നതാണ്. പ്യുവർ സബ്സ്റ്റൻസിനകത്ത് വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എലമെന്റ്സ്. അപ്പൊ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സബ്സ്റ്റൻസിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ഇരിക്കുന്നതാണ്. അത് ആ ഒരു ഫോമിൽ നിന്ന് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാനും പറ്റില്ല. പിന്നെ എന്താണ്, നമുക്ക് ഓർഡിനറി എന്താ പറയാ ഫിസിക്കൽ കെമിക്കൽ മെത്തേഡ്സ് കൊണ്ട് ഒന്നും ഉണ്ടാക്കിയതായിരിക്കില്ല ഈ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പ്യുവർ സബ്സ്റ്റൻസിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗോൾഡ്, സിൽവർ, ഹൈഡ്രജൻ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഗോൾഡ് എങ്ങനെയെങ്കിലും നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഗോൾഡിനൊക്കെ ഇത്രയും വില എന്ന് പറയുന്നത്? ഗോൾഡ് നമുക്ക് വേറെ ഒരു രീതിയിലും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഗോൾഡ് ഒരു രീതിയിലും ഉണ്ടാക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് അതിന് അത്രയും വില പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സിൽവറും ഹൈഡ്രജൻ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. ഗോൾഡ് ഒരു എലമെന്റ് ആണ്, സിൽവർ എലമെന്റ് ആണ്, ഹൈഡ്രജൻ എലമെന്റ് ആണ്, പിന്നെയും ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, എലമെന്റ്സിനെയും നമ്മൾ എഗെയിൻ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന കുറേ അധികം സാധനങ്ങൾ ഉണ്ട് അല്ലെ? അതെല്ലാം എന്താണ്? എലമെന്റ്സ് ആണ്. അതായത് പ്യുവർ സബ്സ്റ്റൻസിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് ആ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ എലമെന്റ്സും ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിനെ നമ്മൾ എന്തായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അതിനകത്തെ ഫസ്റ്റ് വൺ ആണ് മെറ്റൽസ്. എന്താണ് മെറ്റൽസ്? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സോളിഡ്സ് ആണ്. ഓക്കെ, സോളിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് ഫോമിൽ ഇരിക്കുന്നതിനാണ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് മെറ്റൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് മെർക്കുറി ഒരു എക്സംഷൻ ആണ്. മെർക്കുറി ഒരു മെറ്റൽ ആണ്, പക്ഷെ അത് മെറ്റൽ ഫോമിൽ ഇരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ മെർക്കുറി ലിക്വിഡ് ആയിട്ടായിരിക്കും കാണുക.
നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നാൽ മെർക്കുറി എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. പക്ഷെ എന്താണ്, മെർക്കുറി എന്താണ്, ഒരു മെറ്റൽ ആണ്. അതൊരു എക്സംഷൻ ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റ് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറി ആണ്. ഓക്കെ, പിന്നെ മെറ്റൽസ് എന്താണ്, ഹാർഡ് ആണ്. പിന്നെ ലെസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. അപ്പം മെറ്റൽസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഉരുക്കിയെടുക്കാൻ പറ്റുന്നത് അല്ലെ, ഉരുക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഏറ്റവും മെറ്റൽസിനെ മെൽറ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എത്തുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാലും അവിടെ എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്, നല്ല ടൈം എടുക്കും. പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെറ്റലിനെ അത്രയേ ഉള്ളൂ അത്. അതായത് മെറ്റൽസിനെ പെട്ടെന്നൊന്നും നമുക്ക് അതിന്റെ ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെസ്റ്റർ എന്ന് വെച്ചാൽ തിളക്കമാണ്. ഓക്കെ, തിളക്കമാണ്. അത് ഭയങ്കര കൂടുതലായിരിക്കും. മെറ്റൽസിന്റെ തിളക്കം എപ്പോഴും ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. സിൽവർ, ഗോൾഡ്, കോപ്പർ, അയൺ, ഇതൊക്കെ എന്താണ്, നമ്മളത് പ്യുറസ്റ്റ് ഫോമിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ തെളിക്കുന്ന ഒരു തിളക്കം ഉണ്ടാവും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് മെറ്റൽസിന് ഇത്രയും തിളക്കം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെയും ഹീറ്റിന്റെയും ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ, അയൺ, അതുപോലെ നമ്മൾ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് അയൺ കണ്ടന്റിലൊന്നും പോയി പിടിക്കരുത്, അല്ലെങ്കിൽ വയറുകളിൽ പിടിക്കരുത്. വയറൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേ, കോപ്പർ കൊണ്ടാണ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയും കട്ടിലിന്റെ മേലെ, മരത്തിന്റെ മേലേക്ക് ഇരിക്കാൻ പറയും. കാരണം വുഡ് എന്ന് പറയുന്നത് ബാഡ് കണ്ടക്ടർ ആണ്. ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ ബാഡ് കണ്ടക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നമ്മൾ പറയാറുണ്ട് ഗോൾഡ് ഓർണമെന്റ്സ്, സിൽവർ ഓർണമെന്റ്സ് ഒന്നും ഇട്ടിട്ട് പുറത്തേക്ക്, ഇടിമിന്നൽ ഉള്ളിടത്തേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറയും. അതൊന്നും ആരും കേൾക്കാറില്ല. പക്ഷെ അതൊക്കെയാണ് ഫാക്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഈ പറയുന്ന മെറ്റൽസ് എല്ലാം എന്താണ്, ഇലക്ട്രിസിറ്റി പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇലക്ട്രിസിറ്റിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രിസിറ്റി അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. ഒരു ബാരിയർ ഒന്നും ഇല്ലാണ്ട് പാസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഹീറ്റും. പെട്ടെന്ന് ചൂടായി പോകും അല്ലെ. നമ്മൾ ഗോൾഡ് ഒക്കെ എങ്ങനെയാണ്, ചൂടാക്കിയിട്ടാണ് വേറെ ഷേപ്പിലേക്കൊക്കെ മാറ്റുന്നത്, നമ്മൾ കാണുന്ന ഓർണമെന്റ്സ് ഒക്കെ ആക്കുന്നത്. സിൽവറും അതുപോലെ തന്നെയാണ്. അയൺ ഓർണമെന്റ്സ് ഉണ്ട്, അയണും കോപ്പറും ഒക്കെ നമ്മൾ വേറെ അല്ലാണ്ട് മെറ്റീരിയൽസിനൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും അല്ലേ. അതൊക്കെ എങ്ങനെയാണ്, വേറെ നമ്മൾ കാണുന്ന ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഷേപ്പിൽ ഒന്നും അല്ല അല്ലേ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ ഷേപ്പിലേക്കൊക്കെ എങ്ങനെയാണ് ആക്കുന്നത്, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ഒക്കെ കൊടുത്ത് ചൂടാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെയും ഹീറ്റിന്റെയും ഒക്കെ ഗുഡ് കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നറിയോ, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം മെറ്റൽസിന്റെ എന്താണ് കണ്ടക്ടിവിറ്റി, എപ്പോഴും നമ്മൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്, അതിന്റെ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ഈ ഒരു ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അറ്റോമിക് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നതായിരിക്കും അല്ലേ ലാറ്റിസ് പോയിന്റ്. ആ ലാറ്റിസ് പോയിന്റിൽ എന്തായിരിക്കും, പോസിറ്റീവ് അയൺസ് നിന്നാൽ അവിടെ അട്രാക്ഷൻ സംഭവിക്കില്ല അല്ലെ. നെഗറ്റീവ്സ് നിന്നാലേ അട്രാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ പോസിറ്റീവ്സ് ആയിട്ട് നിൽക്കും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലാറ്റിസ് പോയിന്റിലുള്ള അയൺസ് പോസിറ്റിവിറ്റി കൂടും. അങ്ങനെ വരുമ്പോൾ എന്താവും, നമ്മൾ അട്രാക്ഷൻ നിൽക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, കണ്ടക്ടിവിറ്റി കുറയും. അപ്പൊ ഇതാണ് മെറ്റൽസിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഇതിനകത്ത് ഇനിയും ഉണ്ട്, അലുമിനിയം, സിങ്ക് ഒക്കെ എന്താണ്, മെറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ മെറ്റൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെറ്റൽസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. എന്താണ്, പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പക്ഷെ അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. ഗ്രാഫൈറ്റ് എന്താണ്, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇനി ലെസ്റ്റർ ഉണ്ടാവില്ല. നോൺ മെറ്റൽസിന് തിളക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയഡിന് എന്തുണ്ട്, തിളക്കമുണ്ട്. അയഡിൻ ഒരു നോൺ മെറ്റൽ ആണ്, പക്ഷെ തിളക്കമുണ്ട്. ഗ്രാഫൈറ്റ് ഒരു നോൺ മെറ്റൽ ആണ്, പക്ഷെ എന്താണ്, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഇനി നോൺ മെറ്റൽസ് നമുക്ക് എല്ലാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും കാണാൻ പറ്റും. നോൺ മെറ്റൽസ് നമുക്ക് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലും
കാണാൻ പറ്റും. പക്ഷെ മെറ്റൽസ് നമ്മൾ ഏത് സ്റ്റേറ്റിൽ മാത്രമാണ് കണ്ടത്? സോളിഡ് സ്റ്റേറ്റിൽ മാത്രമാണ് കണ്ടത്. ഇനി നോട്ട് മാല്യബിൾ ആൻഡ് ഡക്റ്റൈൽ. നമുക്ക് നോൺ മെറ്റൽസ് മാല്യബിളും അല്ല ഡക്റ്റൈലും അല്ല, അടിച്ച് പരത്താനോ വലിച്ചു നീട്ടാനോ ഒന്നും പറ്റില്ല നോൺ മെറ്റൽസിന്. അപ്പം മെറ്റൽസിന് നമുക്ക് അടിച്ച് പരത്താനോ വലിച്ചു നീട്ടാനോ അങ്ങനെ എല്ലാം പറ്റും, ഏത് ഷേപ്പിലേക്ക് വേണേലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നോൺ മെറ്റൽസിന് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾസ് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെയാണ്. ഈ ഹൈഡ്രജനെയും കാർബണെയും ഒക്കെ നമുക്ക് അടിച്ചു പരത്താനോ വലിച്ചു നീട്ടാനോ അങ്ങനെ എന്തിനെങ്കിലും ഒക്കെ പറ്റുമോ? ഇതൊന്നും നമ്മൾ കാണാറ് പോലും ഇല്ല അല്ലെ. ഇത് ഇങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഹൈഡ്രജനെയും കാർബണെയും ഒക്കെ നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കാണും. നമ്മൾ എവിടെ കാണും? നമ്മൾ കെമിസ്ട്രി ലാബിനകത്ത് നമ്മൾ ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഹൈഡ്രജൻ, ഇത് കാർബൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിനകത്തും അതുപോലെ മിക്സ് ആയിട്ടൊക്കെ കാണാറുണ്ട് അല്ലെ. അല്ലാണ്ട് നോർമലി പറയുമ്പോൾ നമ്മൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടിച്ചു പരത്താനോ വലിച്ചു നീട്ടാനോ ഒന്നും പറ്റില്ല. അത്രയുമാണ് നോൺ മെറ്റൽസിന്റെ കേസ് പറയുന്നത്. അടുത്തത് മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും കോമൺ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഉള്ളതാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടെണ്ണത്തിന്റെയും പ്രോപ്പർട്ടീസ് അതിനകത്ത് കാണാൻ പറ്റും. എക്സാമ്പിൾ ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് ഒക്കെയാണ് മെറ്റലോയിഡ്സിന് എക്സാമ്പിൾ. അപ്പം ഇതിപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിനിപ്പോ എങ്ങനെ നമ്മൾ പഠിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ്, ഒരു ഔട്ട്ലൈൻ ആണ് ഇപ്പൊ തന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പോകുന്നത് കോമ്പൗണ്ട്സിലേക്കാണ്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട്സ്, എലമെന്റ്സ് പറഞ്ഞു, സിംഗിൾ സബ്സ്റ്റൻസ് ആണ്, പ്യൂറസ്റ്റ് ഫോം ആണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാല് രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് ഒരു ഫിക്സഡ് പ്രപ്പോർഷൻ, അതായത് എലമെന്റ്സിന്റെ മാസ് ഒരു ഫിക്സഡ് പ്രപ്പോർഷനിൽ നമ്മൾ കമ്പോസ് ചെയ്തിട്ടാണ്, അതായത് കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് കോമ്പൗണ്ട്സ് കിട്ടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയാൽ വാട്ടർ എന്താണ്, ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് വാട്ടർ. ഷുഗർ ആണെങ്കിൽ ഹൈഡ്രജനും കാർബണും കൂടെ ചേർന്നിട്ടാണ് എന്ത് കിട്ടുന്നത്, ഷുഗർ കിട്ടുന്നത്. ഓക്കെ, ഷുഗർ ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം, C12H22O11 ഇതാണ് ഷുഗർ. ഓക്കെ, പിന്നെ സാൾട്ട് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. സാൾട്ടിന്റെ കേസ് ആണെങ്കിൽ NaCl ആണ്. NaCl എന്ന് വെച്ചാൽ എന്താണ്, സോഡിയം ക്ലോറൈഡ് ആണ് സാൾട്ട് എന്ന് പറയുന്നത്. നോർമലി പറയുന്ന ടേബിൾ സോൾട്ട് ആണ് എന്ത്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുടെ മാത്രം എഴുതിയെന്നേ ഉള്ളൂ. ഇതല്ലാണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ക്ലോറോഫോം ആണെങ്കിൽ എന്താണ്, CHCl3, കാർബൺ, ഹൈഡ്രജൻ, പിന്നെ ഇതെന്താ, Cl എന്ന് വെച്ചാൽ എന്താണ്, Cl എന്ന് വെച്ചാൽ ക്ലോറിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഇത് നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതല്ലാണ്ട് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മൾ കാണുന്ന ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കോമ്പൗണ്ട്സ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ജോയിൻ ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, വാട്ടർ എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഷുഗർ ആണെങ്കിൽ 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജനും ജോയിൻ ചെയ്തിട്ടാണ് ഷുഗർ ഫോം ചെയ്യണത്. സോൾട്ട് ആണെങ്കിൽ 1 സോഡിയവും 1 ക്ലോറിനും കൂടെ ചേർന്നിട്ടാണ് സോഡിയം ക്ലോറൈഡ് ആവുന്നത്. ക്ലോറോഫോം ആണെങ്കിൽ 1 കാർബൺ 1 ഹൈഡ്രജൻ 3 ക്ലോറിൻ ചേർന്നിട്ടാണ് ക്ലോറോഫോം ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് കോമ്പൗണ്ട്സ്. ഫിക്സഡ് പ്രപ്പോർഷൻ ബൈ മാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. H 2 എണ്ണം, O 1, അതാണ് മാസ്. ഇത് 12, 22, 11, ഇത് 1, 1, 3, ഇതാണ് ഫിക്സഡ് പ്രപ്പോർഷൻ മാസ്. അപ്പൊ നമ്മൾ എത്ര എണ്ണം എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കും. ഇവിടെ ആ നമ്പർ നമ്മൾ താഴെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പം നമുക്ക് ഹൈഡ്രജന്റെയോ ഓക്സിജന്റെയോ പ്രോപ്പർട്ടി അല്ല വാട്ടറിനുള്ളത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത് 3 എണ്ണത്തിന്റെയും പ്രോപ്പർട്ടി അല്ല ഷുഗറിനുള്ളത്. സോഡിയത്തിന്റെയോ ക്ലോറൈഡിന്റെയോ പ്രോപ്പർട്ടി അല്ല സോൾട്ടിനുള്ളത്.
അപ്പൊ എന്ത് മനസ്സിലായി? ഒരു കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന് ഒരിക്കലും അത് ഉണ്ടായി വന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല കാണുന്നത്. ആ എലമെന്റ്സിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും കോമ്പൗണ്ട്സിന് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ട്സും. നമുക്ക് നോക്കാം എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, എന്താണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പം ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് സോഴ്സസിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പൊ നോക്കിക്കോ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഓയിൽസ്, ഫാറ്റ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ലിവിങ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇലകള്, ചെടികള്, അതുപോലെ നമ്മുടെ ജീവികള്, ജന്തുക്കള്, അങ്ങനെ അതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് എന്ത് പറയണത്? ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ജീവനുള്ള എന്തോ ഒന്നാണ് ഓർഗാനിക്, അല്ലെ? അപ്പം അത് കൂടുതലായിട്ടും ഹൈഡ്രോ കാർബൺസും അതിന്റെ ഡെറിവേറ്റീവ്സും ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഹൈഡ്രോ കാർബൺസും ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് നോക്കിക്കോ. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ നോർമലി പറയാ കാർബോഹൈഡ്രേറ്റിനെ CxH2O(Y) എന്നാണ് പറയാ. എത്ര സി വേണമെങ്കിലും ആവാം, എത്ര വാട്ടർ വേണമെങ്കിലും ആവാം. അതായത് കാർബണും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവുന്നത്. അത് ഓരോ നമ്പറും മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരു എന്താ പറയാ കോമ്പൗണ്ടും ഡിഫറെന്റ് ആയിട്ട് മാറും. കോമ്പൗണ്ടിനും നമ്മൾ ഡിഫറെന്റ് നെയിംസ് കൊടുക്കും. ഇതൊരു ജനറൽ ഫോർമുലയാണ് CxH2O(Y) എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുലയാണ്. ഇനി പ്രോട്ടീൻ ആണെങ്കിൽ, പ്രോട്ടീന്റെ കേസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ഓക്കെ, അപ്പം നമുക്ക് അതും എന്ത് തന്നെയാണ്? ഹൈഡ്രോ കാർബൺസ് ആണ്, അല്ലെ? പിന്നെ ഓയിൽസ്, ഫാറ്റ്സ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോന്നും അതിന്റെ കോമ്പണൻസ് അല്ല, സോറി, അതിന്റെ മാസും എത്ര നമ്പർ ഓഫ് കോമ്പണൻസിനെയും ബേസ് ചെയ്തിട്ട് അതിന്റെ നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് വരും. അപ്പൊ അതാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാല് നോൺ ലിവിങ് സോഴ്സസിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പം റോക്ക്, കല്ല്, പാറ, അതുപോലെ മിനറൽസിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. കോമൺ സോൾട്ട് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കടലിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെ? മാർബിൾ എവിടെ നിന്നാണ്? നമ്മൾ കല്ല് മറ്റേ പാറ പൊട്ടിച്ചിട്ടൊക്കെയാണ്, അല്ലെ, മാർബിൾ നമ്മൾ എടുക്കുന്നത്. വാഷിംഗ് സോഡയും നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ട്സും എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് നമ്മൾ മിക്സ്ചേഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. അതായത് ആ ഒരു മിക്സ്ചറിന്റെ ത്രൂ ഔട്ട് ആയിട്ട് യൂണിഫോം ആയിട്ടായിരിക്കും അത് ഇരിക്കുന്നത്. അതായത് നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ കോൺസ്റ്റുവൻസ് മിക്സ് ചെയ്തിട്ടാണ് മിക്സ്ചേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ വൺസ് മിക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് മിക്സ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. കണ്ണുകൊണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താൽ പോലും എന്ത് പറ്റില്ല? ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൽ നിന്നും കോൺസ്റ്റുവൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് വെള്ളത്തില് ഉപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ വെള്ളത്തിൽ പഞ്ചസാര മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവില്ലേ അത് ഉപ്പാണോ പഞ്ചസാരയാണോ എന്ന്? അതല്ലാണ്ട് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ അതിനകത്ത് എന്താ മിക്സ് ചെയ്തിരിക്കുന്നത് എന്ന്? ഇല്ല, അല്ലെ? നമുക്ക് വെള്ളത്തിനെയും സോൾട്ടിനെയും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ണുകൊണ്ട് വേറെ ഉപ്പ് കാണാൻ പറ്റില്ല, കണ്ണുകൊണ്ട് പഞ്ചസാര കാണാൻ പറ്റില്ല. വെൽ ഡിസോൾവ്ഡ് അല്ലെങ്കിൽ വെൽ മിക്സ്ഡിന്റെ കേസ് ആണ് പറയുന്നത് കേട്ടോ. വെറുതെ കുറച്ച് പഞ്ചസാരയും ഉപ്പ് പിന്നെയും നമ്മൾ വെറുതെ വെച്ചാലും അലിഞ്ഞു പോകും, പെട്ടെന്ന് അലിഞ്ഞു പോകും. പക്ഷെ പഞ്ചസാര പെട്ടെന്നൊന്നും അലിഞ്ഞു പോവില്ല. അപ്പൊ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയണത്.
പിന്നെയും ഉണ്ട്. അയോഡിൻ ഉണ്ട്, ബെൻസീൻ ഉണ്ട്, മീഥൈൽ ആൽക്കഹോൾ വാട്ടറിൽ മിക്സ് ചെയ്യണത്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനുണ്ട്. അപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ കോമ്പണൻസിനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പോലും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സ് ചെയ്ത കോമ്പണൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ബൗണ്ടറി ഇട്ട പോലെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന്റെ കേസിൽ പറയാനുള്ളത്. അടുത്തത് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം കോമ്പോസിഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ബൗണ്ടറീസ് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതായത് നമ്മുടെ നേക്കഡ് ഐ വെച്ച് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബൗണ്ടറീസ് വിസിബിൾ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൾഫറും സാൻഡും കൂടെ മിക്സ് ചെയ്താൽ സാൻഡ് ഏതാണ് സൾഫർ ഏതാണെന്ന് നമുക്ക് പെറുക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് അയൺ ഫൈലിങ്സ്. അയൺ ഫൈലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയണിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ അത് മണ്ണിൽ പോയി എന്ന് വിചാരിക്കും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ലേ മണ്ണ് ഏതാണ് അയൺ ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു കുഞ്ഞു ടോപ്പിക്കിനകത്ത് നോക്കാനുള്ളത്. കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 35 മിനിറ്റ്സ് നമ്മൾ എടുത്തു. എനിവേ, ഇത് കെമിസ്ട്രിയുടെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഇതിനകത്ത് പകുതിയും ഒന്നും ക്ലിയർ ആയില്ലല്ലോ എന്നല്ല, ഇതിൽ പകുതിയും എനിക്ക് അറിയില്ലല്ലോ എന്നുള്ള ടെൻഷന്റെ ആവശ്യമില്ല. കാരണം ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങോട്ടേക്കും ഓരോ ചാപ്റ്ററുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ പീരിയോഡിക് ടേബിൾ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് നമ്മൾ നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് കെമിസ്ട്രിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി ഒരുപാട് ചാപ്റ്റേഴ്സും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഇതിന്റെ പുറകെ ആയിട്ട് നോക്കുന്നുണ്ടാവും. അപ്പം അതുവരേക്കും നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എന്ന് പറയാം. ബ്രേക്ക് ഒന്നും ഇല്ല, നമ്മൾ ഇതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ബാക്കി ഈ ഒരു ചാപ്റ്ററിനകത്ത് തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. മിക്സ്ചേഴ്സിന്റെ സെപ്പറേഷൻ എങ്ങനെയാണെന്നുള്ള കുറച്ചൊരു കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാലാണ് നമ്മൾ കെമിസ്ട്രിയുടെ ഇൻഡെപ്തിലേക്ക് കയറുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.